ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നേരിട്ട് കണ്ടിട്ട് കുറേ നാളായില്ലേ. ഞങ്ങളുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും, ദിവസം ഓരോ വീഡിയോ വെച്ചിട്ട് ഞങ്ങൾ ഇടുന്നുണ്ട്. അപ്പം അത്രയും തിരക്കും അതിൻ്റെ ഇടയിൽ ഓരോ ദിവസവും വീഡിയോ ഇടുന്നതൊക്കെ ആകുമ്പോഴും നമുക്കിങ്ങനെ പെട്ടെന്ന് ഓരോ ദിവസവും ഒരുങ്ങി ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റണമെന്നില്ല കേട്ടോ. ഇന്ന പോലത്തെ തന്നെ അങ്ങ് ചെയ്യുമായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. നാളെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ എല്ലാവരും വലിയ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമല്ലേ. അപ്പൊ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വിഭവമാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. പച്ചമുളക് അരച്ച് വെച്ച നല്ല ബീഫ് കറി, നല്ല സ്പൈസി ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുവാണ്. എല്ലാവരും ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അപ്പൊ നമ്മുടെ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ നല്ല 1 തരം പോത്തിറച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല 1 തരം പോത്താണ്, ബഫലോ മീറ്റ്. നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു കുക്കറിലിട്ട് ഇത് പോത്തൊന്ന് വേവിച്ചെടുക്കാം. ഇത് ബോൺലെസ് ആണ് കേട്ടോ, ബോൺലെസ് പോത്തിറച്ചിയാണ്. 1/2 കിലോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പോത്തിറച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് വെള്ളം മതി, അതൊന്ന് വെന്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി നന്നായിട്ടൊന്ന് വേവണം. ഞാൻ ഇതിനകത്തൊരു 10 വിസിൽ വരെ ഇത് വേവിക്കും. ഓരോ കുക്കറിലും വ്യത്യാസമാണെങ്കിലും ഇത് നല്ലോണം പോത്തൊക്കെ നന്നായിട്ട് വേവേണ്ടതാണ്, റെഡ് മീറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരു 10 വിസിൽ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പോത്ത് വേവിച്ചെടുക്കുന്ന വെള്ളം കളയരുത് കേട്ടോ, നമുക്ക് പിന്നെ കറിയിലേക്ക് ചേർക്കാനുള്ളതാണ്. അത് നമ്മളൊന്ന് എടുത്ത് വെച്ചേക്കാം നമുക്ക് കറി ചേർക്കാനായിട്ട്. അപ്പോൾ 10 വിസിൽ വരെ നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പം നമ്മുടെ പോത്ത് വെന്ത് 10 വിസിൽ വന്ന് കുക്കറൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം കളയരുത്, നമുക്ക് ഈ ബീഫ് സ്റ്റോക്ക് വേണം, സൂക്ഷിച്ച് വെച്ചേക്കാം കേട്ടോ. അതായത് നമുക്ക് ഈ കറിക്കകത്ത് ചേർക്കാനുള്ളത് കളയരുത്. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് വേറൊരു പാത്രം എടുക്കാം. അപ്പം നമ്മുടെ കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സവാള ഒന്ന് വഴച്ചെടുക്കണം കേട്ടോ, അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 സവാള ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ കറിയിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. മുളക് അരച്ച ബീഫ് കറിയല്ലേ, പോത്ത് കറി. അപ്പോൾ മുളക് അരച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ടാവും. അപ്പോൾ ഉള്ളി കുറച്ച് കൂടുതൽ ഇട്ടാൽ ആ എരി നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും, ചെറിയൊരു മധുരമൊക്കെ കിട്ടും നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ 2 വലിയ സവാള എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം നമുക്ക്. സവാള ഒന്ന് വഴലാനായിട്ട് നമുക്ക് 2 ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി, കുറച്ച് ഇഞ്ചിയും ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. അതിനെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്തേക്ക് അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. അത് ഞാൻ ഏകദേശം ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി. ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മളിതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രം. ഇനി ഈ പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറി വരണം, അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം.
ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല കേട്ടോ. ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടും. പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് എണ്ണ ഇത് മതി. നമ്മൾ അല്ലാത്ത പാത്രത്തിലൊക്കെ ആണെങ്കിൽ എണ്ണ കുറവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കാഷ്യൂനട്ട് പേസ്റ്റ് ആണ് കേട്ടോ. കുറച്ച് ഒരു എന്താ പറയുക, ഏകദേശം ഒരു 10 കാഷ്യോളം കുറച്ച് നേരം വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെച്ചിട്ട് വേണം നമ്മൾ അരയ്ക്കാൻ, അല്ലെങ്കിൽ അത് അരഞ്ഞ് കിട്ടത്തില്ല. ആ കാഷ്യൂ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ കാഷ്യൂ പേസ്റ്റ് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ പച്ചമുളക് അരച്ചത്. ഞാൻ ഏകദേശം ഒരു 10 വലിയ പച്ചമുളകാണ്, വലിയ 10 പച്ചമുളക് നന്നായിട്ട് കഴുകി വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ പച്ചമുളകിന്റെ ആ ചുവയൊക്കെ ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. പച്ചമുളകിന്റെ ഒരു പച്ച ചുവയൊക്കെ മാറി ചെറുതായിട്ടൊന്ന് വഴണ്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് അതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനൊരു അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അധികം വെള്ളം ചേർക്കണ്ട, കുറച്ച് ചേർക്കാൻ ആ പാൽ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് അതിലേക്ക് നമുക്ക് ഒരല്പം പെരുംജീരകത്തിന്റെ പൊടിയാണ്. ഇതിൽ അധികം മസാലയൊന്നും ആവശ്യമില്ല, ഇത് ഓപ്ഷനിലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഞാൻ അതേ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ പെരുംജീരക പൊടിയും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയായി കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പോത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ വേവിച്ച വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്രേവി ഒന്ന് തിളച്ചൊന്ന് കുറുകി വരണം നമുക്ക്. അതാണ് നമ്മുടെ കറിയുടെ പരുവം. അപ്പൊ നമ്മുടെ മുളകരച്ച പോത്ത് കറി തയ്യാറായിട്ടുണ്ട്. നേരത്തെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആട്ടോ. നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. പൊറോട്ട ആയാലും ചോറായാലും ബിരിയാണി ആയാലും നല്ല കിടില ടേസ്റ്റ് ആയിരിക്കും. ഈ തിക്ക് ഗ്രേവി മാത്രം മതി കേട്ടോ, അത്ര ടേസ്റ്റാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക കേട്ടോ, ഇച്ചിരി നല്ല എരിയുള്ളൊരു കറിയാണിത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, ഒരല്പം പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത്ര മതിയാവും. അപ്പം നമ്മുടെ കറി തയ്യാർ. അപ്പം നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ PSC ക്ലാസ് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു ചാനൽ ഞങ്ങൾക്കുണ്ട്. സ്റ്റഡി ലൈഫ് മീഡിയ എന്നാണ് പേര്. അപ്പം PSC ഒക്കെ പഠിക്കുന്നവർ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ക്ലാസ്സുകളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.